നന്നായി ഒന്ന് തല നനച്ച് കുളിച്ചതിന് ശേഷം ഒന്ന് കിടന്നാൽ മതിയെന്നായിരുന്നു അവൾക്ക്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ താൻ യാദവിൻ്റെ കൈപിടിച്ചാണ് മുൻപോട്ട് നടക്കുന്നത് എന്നുള്ളതോ, കുറച്ചു മുൻപ് അവൻ്റെ കൈപിടിച്ചാണ് താൻ കാറിൽ നിന്ന് ഇറങ്ങിയത് എന്നുള്ളതോ അവൾ അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അത്രത്തോളം അവൾ ക്ഷീണിച്ചിരുന്നു. യാദവാമിയുടെ കൈപിടിച്ച് പതിയെ കാളിയാർ മഠത്തിൻ്റെ പടികൾ കയറാൻ നിൽക്കുന്നത്, അരുണിമയെ യാത്ര അയക്കാൻ വന്ന ചെറിയമ്മമാർ കാണുന്നത്, പടികളിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആമിയുടെ കാലുകൾ വീണ്ടും ഇടറിയതും പിന്നീടൊന്നും നോക്കാതെ യാദവ് അവളെ തൻ്റെ കൈകളിൽ കോരിയെടുത്തിരുന്നു. ആ കാഴ്ച കണ്ടുകൊണ്ട് തന്നെ അതുവരെ നിയന്ത്രിച്ചു നിന്ന അരുണിമയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു. എങ്കിലും പരമാവധി തൻ്റെ മുഷ്ടി ചുരുട്ടി അവൾ ദേഷ്യം നിയന്ത്രിച്ചു. പക്ഷേ അവളുടെ ഉള്ളിൽ ആമിയോടുള്ള പകയുടെ ആഴം കൂട്ടി. ക്ഷീണിച്ച അവശയായ ആമിയെയും തന്നോട് ചേർത്ത് പടികൾ കയറി വരുന്ന യാദവിനെ കണ്ടതും ചെറിയമ്മമാരിലും ടെൻഷൻ നിറഞ്ഞു. എന്താ ഏതു, എന്തുപറ്റി? ആമിയെ തൻ്റെ കൈകളിൽ കോരിക്കൊണ്ടുവരുന്ന യാദവിനെ നോക്കി ടെൻഷനോടെ ആവണി ചെറിയമ്മ ചോദിക്കുമ്പോൾ അവർക്ക് മറുപടി കൊടുത്തത് പുറകെ വന്ന് സേവിയർ ആയിരുന്നു. ആമിക്കൊന്ന് BP കൂടി, ഒരു ട്രിപ്പിട്ടിട്ടാണ് വരുന്നത്. ഏതു, മോളെ വേഗം മുറിയിലേക്ക് കൊണ്ടുപോ, നല്ല ക്ഷീണം ഉണ്ടാകും. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. ആവലാതിയോടെ ചെറിയമ്മ പറഞ്ഞതും അവരെ ഒന്ന് നോക്കിയതിനു ശേഷം ആമിയെ എടുത്തുകൊണ്ട് അവൻ പടികൾ കയറിപ്പോയി. തൻ്റെ മുൻപിലൂടെ ആമിയെ എടുത്തുകൊണ്ട് പടികൾ കയറിപ്പോകുന്ന യാദവിനെ അരുണിമ ഉള്ളിലെരിയുന്ന പകയോടെ നോക്കി നിന്നു. നിന്നെ ഞാൻ അവനിൽ നിന്ന് അകറ്റിയിരിക്കും ആമി, എന്നിട്ട് നിന്റെ അടുത്തേക്ക് ഞാൻ വരും. മോളെ, പെട്ടെന്ന് ചെറിയമ്മ വിളിച്ചപ്പോഴാണ് അരുണിമ ചിന്തകളിൽ നിന്നുണർന്നത്. ആൻറ്റി, ഞാൻ പോട്ടെ. ആമിയെയും യാദവ് സാറിനെയും കാണണമെന്ന് കരുതി വന്നതാണെങ്കിലും ഇപ്പം അതിന് പറ്റിയ സാഹചര്യമല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പോകുക. പിന്നെ ആൻറ്റി, അവരോട് ഞാൻ വന്നിരുന്നു എന്ന് പറയണം. എന്നോട് ദേഷ്യമൊന്നും തോന്നരുതെന്നും. എനിക്ക് കിട്ടിയില്ല എങ്കിലും സാറ് സന്തോഷമായിരുന്നാൽ മതി. മുഖത്ത് സങ്കടം ഭാവിച്ച വാക്കുകൾ പറയുമ്പോൾ ഒരു പൊടിക്ക് കുറച്ച് കണ്ണുനീർ ചേർത്തിരുന്നു അവൾ. അത് വിജയം കണ്ടെന്ന് ചെറിയമ്മമാരുടെ മുഖഭാഗത്തു നിന്ന് അവൾക്ക് മനസ്സിലായി. പിന്നെ വേഗം അവൾ ആ പടി കടന്നു പോയി. അപ്പോഴും ആമിയുടെയും കുഞ്ഞുങ്ങളുടെയും ജീവൻ എടുക്കണമെന്നുള്ള വാശിയായിരുന്നു അവളുടെ മനസ്സ് നിറയെ. എന്നാൽ പടി കടന്നു പോകുന്ന അരുണിമയെ നോക്കി നിൽക്കുന്ന കാളിയാർ മഠത്തിലുള്ളവരുടെ ഹൃദയത്തിൽ ഹൃദയം മുറിയുന്ന വേദനയിലും താൻ സ്നേഹിച്ച പുരുഷനെ മറ്റൊരു സ്ത്രീ വിട്ടുകൊടുത്ത ത്യാഗനിധിയായ ഒരു പ്രണയിനിയായിരുന്നു അവൾ. മുറിയിലേക്ക് ചെന്ന ഉടനെ യാദവ് ആമിയെ ബെഡിലേക്ക് കിടത്തി. അവളെ ശരീരത്തിലെ ഉലയ്ക്കുന്ന ക്ഷീണത്തിലും യാദവിൻ്റെ സംരക്ഷണ ചൂടിലും അവളുടെ കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു. ആമിയെ നന്നായി ബെഡിലേക്ക് കിടത്തിയതിനു ശേഷം യാദവ് അവളുടെ കാലിൽ കിടന്ന് ചെരുപ്പഴിച്ചു മാറ്റി. മലർന്നു കിടക്കുന്ന ആമിയെ വളരെ ശ്രദ്ധിച്ച് അവളുടെ ഉറക്കത്തിന് ഭംഗം വരാതെ നേരെ കിടത്തി. പിന്നെ ആമിക്കുള്ള തലയിണയും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുത്തു. ആമിക്കുള്ള ജ്യൂസുമായി യാദവിൻ്റെ മുറിയിലേക്ക് വന്നതാണ് ആവണി ചെറിയമ്മ. കതക് തുറന്നിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ അവൻ ആരെയും നോക്കാതെ വേഗം മുറിയുടെ അകത്തേക്ക് കയറി. എന്നാൽ അവിടുത്തെ കാഴ്ച കണ്ട ഒരു നിമിഷം അവരുടെ കണ്ണുകൾ വിടർന്നു. ആമിയെ പരിചരിക്കുന്ന, അവൾക്ക് വേണ്ട ഓരോന്നും ചെയ്തു കൊടുക്കുന്ന യാദവിനെ കാണി അവരുടെ മനസ്സ് നിറഞ്ഞു. ഏതു, തൻ്റെ പുറകിൽ നിന്ന് ചെറിയമ്മയുടെ ശബ്ദം കേട്ടതും ആമിയെ ഒന്ന് നോക്കിയതിനു ശേഷം അവൻ ചെയറിലേക്ക് നേരെ തിരിഞ്ഞു. മോനെ, ആമി മോൾക്ക് ജ്യൂസാണിത്. വേണ്ട, അവൾ ഇനിയിപ്പോൾ ഒന്നും ഉണരില്ല. ഉണർന്നു കഴിഞ്ഞ് കഴിക്കാൻ എന്തെങ്കിലും കൊടുത്താൽ മതി. അവരെ നോക്കാതെ അത് പറഞ്ഞുകൊണ്ട് യാദവ് ഒരു ടവലും എടുത്ത് ബാത്റൂമിലേക്ക് പോയി. ചെറിയമ്മയും അവശയായി കിടക്കുന്ന ആമയെ ഒന്ന് നോക്കിയതിനു ശേഷം താഴേക്ക് പോയി. കുളിച്ച് വസ്ത്രം മാറി മുറിയിലേക്ക് വന്ന യാദവ് കാണുന്നത് അപ്പോഴും ബെഡിൽ കിടന്ന് ശാന്തമായി ഉറങ്ങുന്ന ആമിയെയാണ്. അവളെ ഒന്ന് നോക്കിയതിനു ശേഷം തൻ്റെ കയ്യിലുള്ള ടവൽ അവൻ മാറ്റിവെച്ച് പിന്നെ നേരെ അവളുടെ അടുത്തേക്ക് പോയി. ഒന്നും അറിയാതെ ക്ഷീണത്തിൽ അവശയായി കിടക്കുന്ന ആമിയെ ഒന്ന് നോക്കിയതിനു ശേഷം പതിയെ അവൻ അവളോട് ചേർന്ന് കിടന്നു. ആമിയെ തന്നോട് ചേർത്ത് കിടത്തി അവളുടെ വയറിലേക്ക് കൈവയ്ക്കുമ്പോൾ തൻ്റെ തുടിപ്പിനെ അറിയാൻ അവൻ്റെ ഉള്ളിൽ അച്ഛൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഒന്നുകൂടെ അവളുടെ വയറിലേക്ക് കൈ ചേർത്ത് വെച്ച് കണ്ണുകളടയ്ക്കുമ്പോൾ മനസ്സ് നിറയെ ആമിയും ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുമായിരുന്നു. ഇന്നോളം പകയും പ്രതികാരവും മാത്രം നിറഞ്ഞു നിന്ന തൻ്റെ മനസ്സിലേക്ക് എപ്പോഴാണ് ആമി കടന്നു വന്നത് എന്ന് അവനൊന്ന് ഓർത്തു നോക്കി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഉത്തമന് പുറകെ താനുണ്ട്. എൻ്റെ ജീവിതവും കുടുംബവും തകർത്തിട്ടും ഒരു തുള്ളി പോലും കുറ്റബോധമില്ലാതെ ഭാര്യയും മകളുമായി സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ ഉള്ളിൽ വല്ലാത്ത പകയായിരുന്നു. അതിലുപരി അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതിൻ്റെ വേദനയും. ഉത്തമൻ്റെ ലോകം തന്നെ അയാളുടെ മകളാണെന്നും അവളാണ് അയാളുടെ സന്തോഷത്തിൻ്റെ എല്ലാ ഉറവിടമെന്നും മനസ്സിലാക്കിയപ്പോൾ തന്നെ ഉള്ളിൽ കുറിച്ചിട്ടതാണ് അവളെ വെച്ച് തന്നെ പകരം ചോദിക്കണമെന്ന്.
അതിനു വേണ്ടിയാണ് ആമിയെ വിവാഹം കഴിച്ചതും. അന്നത്തെ രാത്രി അവളെ കടിച്ചു കീറുമ്പോൾ മനസ്സ് നിറയെ നിസ്സഹായനായി നിൽക്കുന്ന ഉത്തമന്റെ മുഖമായിരുന്നു. അയാളുടെ ഉള്ളിലെ വേദനയും കണ്ണുകളിലെ നനവും വീണ്ടും കാണണമെന്ന് തോന്നിയപ്പോൾ അവളുടെ കണ്ണുനീരോ ഹൃദയവും ശരീരവും തകർന്നുള്ള നിലവിളിയോ കേട്ടിരുന്നില്ല, കേൾക്കാൻ ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതായിരുന്നു സത്യം. അന്ന് അർജുന് ആക്സിഡന്റ് പറ്റിയ വിവരം അറിഞ്ഞ് അവിടെ നിന്ന് തിരിക്കുമ്പോൾ മനസ്സ് നിറയെ അവളുടെ വേദനിക്കുന്ന മുഖമായിരുന്നു, കരഞ്ഞു തളർന്ന കണ്ണുകളായിരുന്നു. പിന്നീട് മുംബൈക്ക് പോയിരുന്നുവെങ്കിലും ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി തന്നെ അറിയുന്നുണ്ടായിരുന്നു. എന്നാൽ പ്രതീക്ഷിക്കാതെ നടന്ന ആമിയുടെ അമ്മയുടെ മരണം പെട്ടെന്ന് കേട്ടപ്പോൾ അതെനിക്കും ഒരു ഷോക്കായിരുന്നു. അന്ന് ആമിയുടെ അടുത്തേക്ക് പുറപ്പെടുമ്പോൾ മനസ്സിൽ ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: എൻ്റെ പകയിൽ നിന്നും പ്രതികാരത്തിൽ നിന്നും അവളെ മുക്തയാക്കുക, അവളെ അവളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കുക. എന്നാൽ അന്ന് അവളെ കാണാൻ വന്ന് ഞാൻ കണ്ട കാഴ്ച, ഒരു വേട്ടമൃഗത്തിനെ പോലെ അവളെ വേട്ടയാടാൻ ശ്രമിക്കുന്ന ശേഖരൻ അവൻ്റെ വൃത്തികെട്ട കൈകളിൽ നിന്നും എൻ്റെ കൈയിലേക്ക് രക്ഷപ്പെട്ട് വാടിയ ചേമ്പിൻ തണ്ട് പോലെ ആമി വന്ന് പതിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പടർന്ന കനൽ ആളിക്കത്തുകയായിരുന്നു. അവളെ സ്പർശിക്കാൻ ശ്രമിച്ച അവൻ്റെ കൈകളെ വെട്ടിനുറുക്കി ദൂരേക്കെറിയാനുള്ള കലിയുണ്ടായിരുന്നു എനിക്ക്. എന്നാൽ അവളെ ക്രൂരമായി എനിക്ക് അതിനുള്ള അർഹതയില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അവൻ്റെ 2 കൈയും കാലും തല്ലിയൊടിച്ചത്. ഒരു നിമിഷം ശേഖരന് മുൻപിൽ നിന്ന് പിടഞ്ഞോടി തൻ്റെ കയ്യിലേക്ക് വീണ ആമയുടെ ചിത്രം മനസ്സിലേക്ക് കടന്നു വന്നതും ആ രംഗമോർക്കാൻ സാധിക്കാതെ തന്നെ കണ്ണുകൾ 2 മുറുക്കെ അടച്ചിരുന്നു യാദവ്. അന്ന് നേരം പുലർന്ന ഉടനെ ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞു പോരാൻ നിന്ന ഞാൻ അന്ന് തന്നെ അവളെ വീണ്ടും കാളിയാർ മഠത്തിലെ പാരമ്പര്യ താലി അണിയിച്ച് ഇവിടേക്ക് മരുമകളായി കൊണ്ടുവരുമെന്ന് പറഞ്ഞതെന്തിനാണെന്ന് തനിക്ക് ഇന്നും അറിയില്ല. വീണ്ടും അവളെ വിവാഹം കഴിച്ച് കാളിയാർ മഠത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് വെല്ലുവിളിക്കുമ്പോൾ മനസ്സ് നിറയെ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ശേഖരൻ്റെ ചിത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ആമിയെ തനിച്ച് അവിടെ നിർത്താൻ തനിക്ക് തോന്നിയില്ല. എത്രയും പെട്ടെന്ന് തിരിച്ചു വന്ന് അവളെ സുരക്ഷിതമായി കാളിയാർ മഠത്തിലെത്തിക്കാൻ തന്നെയായിരുന്നു തീരുമാനം. അതിന് കാരണം അവളുടെ അച്ഛൻ ചെയ്ത തെറ്റുമൂലമാണെങ്കിലും ഒരു പെൺകുട്ടി ഇത്തരം ഒരു സാഹചര്യത്തിൽ തനിച്ചു നിൽക്കേണ്ടി വന്നാൽ അവൾക്ക് ചുറ്റും ശേഖരനെ പോലെയുള്ള നിരവധി കഴുകന്മാരുടെ കണ്ണുകൾ നീളും. അതിനൊരിക്കലും യാദവ് അനുവദിക്കില്ല. കാര്യം വെറുപ്പോടെയാണെങ്കിലും താൻ ചാർത്തിയ താലി ഏറ്റുവാങ്ങിയവളാണ് ആമി. എല്ലാ അർത്ഥത്തിലും തൻ്റെ ഭാര്യയായ ആദ്യത്തെയും അവസാനത്തെയും പെണ്ണ്. സേവ്യറിനോടൊപ്പം ആ വീടിൻ്റെ പടി കടന്നു പോകുമ്പോൾ തിരിച്ചന്ന് തന്നെ ഒരു മടങ്ങിവരവ് പ്രതീക്ഷിച്ചിരുന്നതല്ല. എന്നാൽ തന്നെ തോൽപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം സ്വയമില്ലാതെ തീരുമാനിക്കുമ്പോൾ അവളും ഞാനും അറിഞ്ഞിരുന്നില്ല ഞങ്ങളുടെ കുഞ്ഞവളുടെ വയറ്റിൽ രൂപപ്പെട്ടിരുന്നു എന്ന്. അന്ന് യാദൃശികമായി ഹോസ്പിറ്റലിൽ നിന്നും ആ സത്യം അറിഞ്ഞപ്പോൾ വർഷങ്ങൾക്കു ശേഷം തനിക്ക് സ്വന്തമെന്ന് പറയാൻ, തന്നെ രക്തമെന്ന് പറയാൻ പുതിയൊരു അതിഥി വരുന്നു, എൻ്റെ കുഞ്ഞ്. കാളിയാർ മഠത്തിൽ യാദവ് അഗ്നേയ് വർമ്മ ഒരു അച്ഛനാകാൻ പോകുന്നു. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച് സന്തോഷം തോന്നിയെന്ന്. പകയും പ്രതികാരവും വിദ്വേഷവും വാശിയുമെല്ലാം അവിടെ ഉപേക്ഷിച്ച് തൻ്റെ കുഞ്ഞുങ്ങളെ ചുമയ്ക്കുന്ന ഉദരത്തിൽ പുണർന്ന് കിടക്കാൻ ആഗ്രഹം തോന്നി. അവിടെ ചുംബനങ്ങൾ കൊണ്ട് മൂടാൻ തോന്നി. പിന്നെ എല്ലാം ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നടന്നു. ആമിയുടെ സമ്മതമില്ലാതെ അവളെ നിർബന്ധിച്ചു തന്നെ വിവാഹം കഴിച്ചു. കാളിയാർ മഠത്തിൻ്റെ പാരമ്പര്യ താലി തന്നെ അവളുടെ കഴുത്തിലേക്ക് അണിയിച്ചു. എൻ്റെ സാമീപ്യം ആമിയുടെ ഉള്ളിൽ എന്നോടുള്ള പകയും അവളുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യസ്ഥിതിയെ ബാധിക്കുമെന്ന് മനസ്സിലായതുകൊണ്ടാണ് അന്ന് ഞാൻ കാളിയാർ മഠത്തിൽ നിന്നും പുറത്തേക്ക് പോയത്. പക്ഷേ എനിക്ക് കാണണമെന്ന് തോന്നുമ്പോൾ എല്ലാം ആമിയെ വന്ന് ഞാൻ കണ്ടിരുന്നു. രാജേന്ദ്ര ഗൗഡയുടെ ആളുകൾ അവളെ തട്ടിക്കൊണ്ടുപോയി എന്നറിഞ്ഞ നിമിഷം ഈ ലോകം മുഴുവൻ ചുട്ട് ചാമ്പലാക്കാൻ തോന്നി എനിക്ക്. അന്ന് ബോധം വരഞ്ഞ് അവരുടെ കാറിൽ കിടക്കുന്ന ആമിയുടെ ചിത്രം അത് പതിഞ്ഞത് തൻ്റെ ഹൃദയത്തിലേക്കായിരുന്നു. എത്രയും വേഗം ആമയെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ തൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനുമൊന്നും വരരുത് എന്ന് മാത്രമായിരുന്നു എൻ്റെ മനസ്സ് പറഞ്ഞിരുന്നത്. എന്നാൽ ഡോക്ടർ പറഞ്ഞ വാക്കുകൾ കേൾക്കെ ഒരു നിമിഷം തൻ്റെ ഹൃദയം നിലച്ചതുപോലെ തോന്നി അവന്. കുഞ്ഞിനെ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് തനിക്ക് ഈ ജന്മം ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം മനസ്സ് നിറയെ കുഞ്ഞാണ്. അന്നൊരു പക്ഷേ ആമിക്കോ കുഞ്ഞിനോ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ആ ഹോസ്പിറ്റൽ തന്നെ തകർത്തേനെ ഞാൻ. എന്നാൽ അമ്മയ്ക്കും കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ല എന്നറിഞ്ഞതും തൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ തോന്നി. പിന്നെ അവളെ ബുദ്ധിമുട്ടിക്കാനോ ശല്യം ചെയ്യാനോ തോന്നിയില്ല. അതുകൊണ്ടാണ് അവളിൽ നിന്ന് അകന്നു നിന്നത്. എന്നാൽ അവളുടെ ഉള്ളിൽ തൻ്റെ ഒരു കുഞ്ഞ് അല്ല 2 കുഞ്ഞാണുള്ളത് എന്നറിഞ്ഞതും ഇനിയും ആമിയെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി. അത് എൻ്റെ മനസ്സിൽ എൻ്റെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം മാത്രമാണോ എന്ന് ചോദിച്ചാൽ അതിനും തൻ്റെ കയ്യിൽ ഉത്തരമില്ല. ആമിയോട്
ആദ്യത്തെ പകയോ പ്രതികാരമോ തനിക്കില്ല. ചെയ്ത തെറ്റിൽ ഒരു കുറ്റബോധമുണ്ട്. അവളോട് എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മ എന്ന നിലയിൽ അതിൽ കവിഞ്ഞ സ്നേഹവും ബഹുമാനവുമുണ്ട്. എന്നാൽ അതിനർത്ഥം ഞാൻ ആമയെ പ്രണയിക്കുന്നു എന്നല്ല. പകരം അവളെ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കുമെന്ന് തന്നെയാണ്. അവൾക്കിഷ്ടമല്ലെങ്കിൽ കൂടി അവളുടെ നിഴൽ പോലെ ഞാൻ തൻ്റെ ജീവിതകാലം മുഴുവൻ പുറകെ ഉണ്ടാകും. അത് ഇനി ആമി കാളിയാർ മഠത്തിൽ നിന്നും ഈ ബന്ധത്തിൽ നിന്നും സ്വതന്ത്രയായി പുറത്തു വന്നാലും ഇനി മറ്റൊരു ബന്ധം സ്വീകരിച്ചാലും അങ്ങനെ തന്നെയായിരിക്കും. കാരണം അവളെന്നല്ല മറ്റാരുമായി തനിക്ക് കുടുംബത്തോടെ സ്നേഹത്തോടെ ഒരു ജീവിതം ജീവിക്കാൻ കഴിയില്ല. അതിനെൻ്റെ ഭൂതകാലവും എൻ്റെ ഉള്ളിലെ ഒരിക്കലും ഉണങ്ങാത്ത വ്രണങ്ങളും അനുവദിക്കില്ല. ഉത്തമൻ തൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമുണ്ടായ മാറ്റങ്ങളെല്ലാം തന്നെ തൻ്റെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്നവയായിരുന്നു. തന്നോടടുക്കുന്നവരെയോ തന്നെ സ്നേഹിക്കുന്നവരെയോ ഭയമാണ് തനിക്ക് മുൻപിൽ കുറച്ചു കാലത്തേക്ക് മാത്രം സ്നേഹം വെച്ച് നീട്ടിയവർ എന്നേക്കുമായി തന്നെ വിട്ടു പോകുമോ എന്നുള്ള ഭയം. വീണ്ടും സ്നേഹിക്കുന്നവരെ നഷ്ടപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് ആ വേദനയിൽ വീണ്ടും ആ സെല്ലിനകത്ത് കിടക്കേണ്ടി വരുമോ എന്നുള്ള ഭയം. അതുകൊണ്ടാണ് എല്ലാവരോടും അകലത്തിൽ മാത്രം നിൽക്കുന്നത്, ദേഷ്യത്തിൽ മാത്രം സംസാരിക്കുന്നത്. ഉത്തമൻ എന്ന വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഏൽപ്പിച്ച ഏറ്റവും വലിയ ആഘാതമാണ് തൻ്റെ ഉള്ളിലെ ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത ഈ ഭയം. അതാണ് തന്നെ ഇന്ന് ഈ കാണുന്ന യാദവാഗ്നയാക്കി മാറ്റിയത്, മനുഷ്യൻ്റെ ചോര കണ്ട് അറപ്പ് മാറിയവരാക്കിയത്. ആമി പറയാറുള്ളത് പോലെ താനൊരു ഹൃദയമില്ലാത്തവനാണ്, ആരെയും സ്നേഹിക്കാൻ കഴിയാത്തവൻ. അങ്ങനെയുള്ള തനിക്ക് ജീവിതകാലം മുഴുവൻ ഇവരെ ചേർത്ത് പിടിക്കാൻ കഴിയില്ല. എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കൽ ഭ്രാന്തനെന്ന് പേര് വീണ തനിക്ക് അതിൽ നിന്നൊരു മോചനവും ഉണ്ടാവില്ല. പോരാത്തതിന് എണ്ണിയാൽ തീരാത്ത ശത്രുക്കളും. എന്തുകൊണ്ടും ഒരു വേർപാട് തന്നെയാണ് നല്ലത്. തുടക്കത്തിലെല്ലാം ആമയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി അവളെ നിർബന്ധിച്ചാലും തന്നോടൊപ്പം തന്നെ നിർത്തണമെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൾ തന്നിൽ നിന്നും അകന്നു നിൽക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു. അവൾ മാത്രമല്ല, കുഞ്ഞുങ്ങളും. അല്ലെങ്കിൽ ഒരു പക്ഷേ ആമി പറഞ്ഞതുപോലെ അവരും തന്നെ പോലെ ആകുമോ എന്നൊരു ഭയം തൻ്റെ ഉള്ളിലുണ്ട്. ഒരു നിമിഷം യാദവിൻ്റെ കണ്ണുകളൊന്ന് പിടച്ചു. ഹൃദയത്തിലൊരു വല്ലാത്ത നോവ്. തൻ്റെ സാഹചര്യത്തിൽ തന്നെ പോലെ മറ്റൊരാൾ, അതിന് തൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിൽ എത്രത്തോളം അവർ ആ ലൈഫിൽ ഒറ്റപ്പെടും, വേദന അനുഭവിക്കും. ആരോടെങ്കിലും ഒന്ന് മനസ്സ് തുറക്കണോ, ഒന്ന് കെട്ടിപ്പിടിക്കാനോ കഴിയാതെ അവരും വീർപ്പുമുട്ടും തന്നെ പോലെ. ഇപ്പം തനിക്കിതെല്ലാം ശീലമാണെങ്കിലും പണ്ട് വളരെ സന്തോഷത്തോടുകൂടി ആഘോഷത്തോടുകൂടി ആഘോഷിച്ചിരുന്ന തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹ വാർഷികവും അവരുടെ ജന്മദിനങ്ങളും, എന്നാലിപ്പോൾ ആ ദിവസങ്ങളിലെല്ലാം ഇതുവരെ അനുഭവിച്ച വേദനിപ്പിക്കുന്ന ഓർമ്മകൾ തന്നെ കാർന്നു തിന്നുന്നത് പോലെ അവന് തോന്നും. സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ തലയിൽ കൈയൂന്നി നിലത്തിരുന്ന് പൊട്ടിക്കരയും. ആ നിമിഷങ്ങളിൽ താൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷം അതോർക്കെ കണ്ണുകൾ മുറുകെ അടച്ചു അവൻ. വേണ്ട, കണ്ണടിച്ചിട്ടും തൻ്റെ മാനസിക സംഘർഷം നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതും സ്വയം കൈമുഷ്ടി ചുരുട്ടി പിടിച്ചു അവൻ. അപ്പോഴും കഴിയുന്നില്ല. വലിഞ്ഞു മുറുകിയ മുഖത്തോടുകൂടി ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ തുനിഞ്ഞതും ഒട്ടും പ്രതീക്ഷിക്കാതെ ഉറക്കത്തിൽ ആമിയുടെ കൈകൾ അവൻ്റെ മേലേക്ക് വീണതും ഒന്നിച്ചായിരുന്നു. പെട്ടെന്നായതുകൊണ്ട് തന്നെ അവളുടെ പ്രവൃത്തിയിൽ അവനൊന്ന് ഞെട്ടി. എന്നാൽ അതൊന്നും അറിയാതെ അവളുടെ കൈകൾ ഉറക്കത്തിൽ എന്നതുപോലെ യാദവിനെ ചേർത്ത് പിടിച്ചതും അവൻ്റെ ശരീരത്തിലൊരു തണുപ്പ് പടർന്നു. ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയ അവൻ്റെ മുഖവും മുഷ്ടി ചുരുട്ടി പിടിച്ച് കൈകളും പതിയെ അയഞ്ഞു. ആ തണുപ്പ് പതിയെ അവൻ്റെ മനസ്സിലേക്കും വ്യാപിച്ചു. ഒന്നുകൂടെ ആമയുടെ ചൂടിലേക്ക് ചേർന്ന് കിടക്കുമ്പോൾ യാദവിന് എന്തെന്നില്ലാത്ത ഒരു സംരക്ഷണം അനുഭവപ്പെട്ടു.